യുദ്ധം തുടരുന്നതിനാൽ പലസ്തീനിലെ സാഹചര്യം വളരെ മോശമെന്ന് പലസ്തീൻ അംബാസഡർ അദ്നാൻ അബു അൻഹൈജ 24-നോട്. വിഷയത്തിൽ ലോകരാജ്യങ്ങൾ മൗനം പാലിക്കുന്നു. രണ്ട് രാജ്യങ്ങളുടെയും സുഹൃത്തായ ഇന്ത്യ വെടിനിർത്തലിനായി മുൻകൈയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പലസ്തീൻ അംബാസഡർ പറഞ്ഞു. The current situation is very bad, for sure. Till now, we can see only the silence of the international community, especially these old colonialism countries, start from the United States to Britain, France, Germany, and Italy. Yani hope India will, as a friend of both, will play a good role, right? To call their friends, the leaders of the occupation state, to go for ceasefire, because this war is Netanyahu war. വിനീത വിജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഈ പലസ്തീൻ അംബാസഡർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പലസ്തീനിലെ നിലവിലെ സ്ഥിതിഗതികൾ വളരെ മോശമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ലോകരാജ്യങ്ങൾ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇരു രാജ്യങ്ങളുമായി സൗഹൃദമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തലിനായി ഇന്ത്യ ഇരു രാജ്യങ്ങളുമായി സംസാരിക്കണമെന്നും അതിന് സംസാരിക്കുമെന്ന് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്നും പലസ്തീൻ അംബാസഡർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോഴും പലസ്തീനിൽ 12,000-ലധികം ആളുകൾ അവർ തടവിലാണുള്ളത്. ഇവരെപ്പറ്റി ഒരു വിവരവും ഇനിയും ലഭിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. പലസ്തീനിൽ ഏതാണ്ട് 85% കെട്ടിടങ്ങൾ തകർന്നു. അതിൽ ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ എന്നിങ്ങനെ വലിയൊരു പ്രതിസന്ധിയാണ് ഞങ്ങൾ നേരിടുന്നതെന്നാണ് അവർ പറയുന്നത്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാലസ്തീനിലെ കടന്നുകയറ്റത്തിന് കൊളോണിയൽ രാജ്യങ്ങൾ പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ അഴിമതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പാലസ്തീനെ നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ലഭിച്ചില്ലെങ്കിൽ ഈ അഴിമതി കേസിൽ നെതന്യാഹുവിന് ജയിലിൽ പോകേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടുമെന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു സൗഹൃദം ഇരു രാജ്യങ്ങളുമായി ഇന്ത്യക്കുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നും അംബാസഡർ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. വേണു. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.